എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വിഷു റിലീസായിട്ട് ഇന്ന് 4 പടങ്ങളാണ് മൊത്തം റിലീസ് ചെയ്തേക്കുന്നത്. ആലപ്പുഴ ജിംഖാന, മരണമാസ്, ബസൂക്ക, പിന്നെ തമിഴ് പടം ഗുഡ് ബാഡ് എഗ്ലി. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം കണ്ട പടം ആലപ്പുഴ ജിംഖാനയാണ്. ഞാനിപ്പോൾ കുറേ പടങ്ങളൊക്കെ ഇപ്പോൾ അതിൽ നായകന്മാരെ നോക്കിയില്ല, ഡയറക്റ്റ് ചെയ്യുന്ന ആളെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ സിനിമക്ക് പോകുന്നത്. അങ്ങനെ തന്നെയാണ് ആലപ്പുഴ ജിംഖാനയും കാണാനായിട്ടുള്ള സാഹചര്യം വന്നത്. ഖാലിദ് റഹ്മാനാണ് അതിനകത്ത് കാരണം തല്ലുമാല എന്നുള്ളൊരു കിടിലം പടം കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യുന്നൊരു പടമാണ്. ഒപ്പം പ്രേമലുവിന് ശേഷം നെസ്ലിനും. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ജിജ്ഞാസ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പടം പോയി കണ്ടു. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. ഞാൻ എന്ത് പ്രതീക്ഷിച്ചു പോയോ അതെനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി. കാരണം ഇതിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു +2 തോൽക്കുന്നൊരു കുറച്ചുകൂടെ യുവാക്കൾ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി സ്റ്റേറ്റ് ലെവൽ ബോക്സിങ് പങ്കെടുക്കാൻ വേണ്ടി അത് പഠിക്കാൻ പോണതും അത് പങ്കെടുക്കുന്നതും സ്റ്റോറി പറഞ്ഞു തന്നു. ആ ഒരു സ്റ്റോറീനെ നല്ല കിടിലിന് എന്റർടൈൻമെന്റ് ആയിട്ട് അവർ എടുത്തു വെച്ചേക്കുന്നു. കാരണം പ്രേമല് പോലെ ഒരു റിപ്പീറ്റ് വാച്ചിനുള്ള ഒരു എന്റർടൈൻമെന്റ് ഒന്നും ഞാൻ തള്ളി മറിക്കുന്നില്ലെങ്കിലും ഒരു 1 ടൈം വാച്ചബിളിന് നമുക്കൊരു കൊടുക്കുന്ന പൈസക്ക് ഒരു ലാഗ് അടിപ്പിക്കാണ്ട് ഒരു ബോർ അടിപ്പിക്കാണ്ട് ഒരു 2.19 മിനിറ്റോളം നമ്മളെ എന്റർടൈൻ ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പടം അവർ ഇതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കിടിലം പടം തന്നെയാണ് ആലപ്പുഴ ജിംഖാന. പിന്നെ ഇതിലെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ നസ്ലിൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ലീഡ് റോളിൽ. നസ്ലിനെ എടുത്തു പറയാണ്ട് പോയാൽ നല്ല കിടിലനായിട്ട് പുള്ളി ചെയ്തത്. ഇതൊരിക്കലും ഒരു ഹീറോ കഥാപാത്രം അല്ലെങ്കിൽ ഒരു മാസ് കഥാപാത്രം ഒന്നുമല്ല. പുള്ളി പറഞ്ഞ മാതിരി പുള്ളിയുടെ ഏരിയയാണ്. അതിൽ പുള്ളി നല്ല ഇതിൽ പൂണ്ടുടയാട്ടിട്ടുണ്ട്. കുറേ മൈന്യൂട്ട് എക്സ്പ്രഷൻസ്, ഡയലോഗ് ഡെലിവറി, എല്ലാത്തിലും നെസ്ലിൻ്റെ ഒരു അഴിഞ്ഞാട്ട് നമുക്ക് കാണാൻ പറ്റും. നെസ്ലിനും കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു ദിലീപേന്റെ പടങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുമെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ദിലീപിന്റെ ഒക്കെ ഒരു സാധനമൊക്കെ നെസ്ലിനിൽ ഇപ്പോഴേ എടുക്കണം നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കഥാപാത്രം ലുക്മാനാണ്. ഇതിൻ്റെ അകത്ത് ഇവരുടെ കോച്ചായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. പുള്ളിയുടെ മുമ്പത്തെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ളൊരു, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു പുള്ളി ഇതുവരെ ചെയ്തതിനേക്കാൾ ഒരു ലാർജർ ദാൻ അങ്ങനത്തെ ഒരു റോളാണ് ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. അത് ലുക്മാൻ നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സ്റ്റൈൽ സീനൊക്കെ ഉണ്ട് ലുക്മാന്. പിന്നെ ഗണപതിയെ നമ്മളിപ്പോഴും ആ ഒരു പാലും പഴവും എന്നുള്ളൊരു ആ ഒരു ചിന്ത കുറച്ചെങ്കിലും മാറ്റിയത് എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് വന്നപ്പോഴായിരിക്കും. പക്ഷെ ഇതിൽ പുള്ളിക്ക് ഇട്ടേക്കുന്ന റോള് പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കയ്യടി കിട്ടുന്ന റോളുമാണ്. പിന്നെ ബേബി ജീൻ, പുള്ളിനെ എനിക്ക് ഈ പടത്തിന്റെ ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ പുള്ളിനെ പറ്റി അറിയുന്നത്. എൻ്റെ മിസ്റ്റേക്കാണ് അത്. അപ്പോൾ പുള്ളി അത് ഇതിൻ്റെ അകത്ത് റോൾ ചെയ്തേക്കുന്നത് പുള്ളി കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ കൂട്ടത്തിലൊക്കെ അങ്ങനത്തെ ഒരാളുണ്ടാവും. ആ രീതിയിലുള്ളൊരു റോള് പുള്ളി ഇതിൻ്റെ അകത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് ഫീമെയിൽ ലീഡ്സ് നോക്കുകയാണെങ്കിൽ അതിന് മാത്രം ഫീമെയിൽസ് ഇല്ല. നമ്മുടെ നിഷാൻ സാഗറിൻ്റെ ഒരു മകളുണ്ട്, പിന്നെ വേറൊരു പെൺകുട്ടി, പിന്നെ കാതൽ മമ്മൂട്ടിയുടെ മോളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ കുട്ടി. അവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഫീമെയിൽ ആയിട്ടുള്ള വന്നിരുന്നത്. ഇതിൻ്റെ അകത്ത് കാതലിൽ മമ്മൂട്ടിയുടെ മോളായിട്ടൊന്ന് അനഘാരവി, പുള്ളിക്കാരിക്ക് മാത്രമാണ് കുറച്ചും കൂടി ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഒരു യൂഷ്വൽ ഹീറോയിൻ, ഒരു നമ്മുടെ ഒരു മെയിൽ ഓറിയന്റഡ് മൂവിയിലൊക്കെ വന്നു പോകുന്നൊരു കഥാപാത്രങ്ങളല്ല, അതേപോലെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ടത് നമ്മുടെ വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്. പ്രേമലുവിന്റെ മ്യൂസിക്കാണ് ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല ലാംഗ്വേജിലാണ് ട്രെൻഡിങ് ഉണ്ട്. ഇതിലോട്ട് വരുമ്പോഴും വിഷ്ണു വിജയന്റെ ആ ഒരു ബോക്സിംഗ് റിലേറ്റഡ് പടം പോകുമ്പോൾ തന്നെ കുറേ മൊമെന്റ്സ് ഉണ്ട്. ഒരു 10 പാട്ടുകളുണ്ട്. അതിങ്ങനെ വന്നു പോകണേണ്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ആയിട്ട് വിഷ്ണു വിജയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവർ പറഞ്ഞ മാതിരി ഒരു ബോക്സിംഗ് റിലേറ്റഡ് മൂവി ആണല്ലോ. അപ്പോൾ ബോക്സിങ്ങിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുമ്പോഴേക്കും ഇതൊരിക്കലും അങ്ങനെ ഒരു പക്ക നമ്മളൊരു എം കുമ്മൻ, സൺ ഓഫ് മഹാലക്ഷ്മി ആ രീതിയിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഒക്കെ ഒരു സാധനമല്ല. അങ്ങനെ ഒരു ഇടിച്ചിട്ട് നായകന്റെ കൂട്ടിലൊക്കെ വിജയിക്കാം ആ ഒരു രീതിയിലല്ല ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്. ഇതിന്റെ ഖാലിദ് റഹ്മാൻ തന്നെ പറഞ്ഞായിരുന്നു പുള്ളിയുടെ ലൈഫിൽ നടന്നൊരു സംഭവം ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളി എടുത്തേക്കുന്നതെന്ന്. അപ്പൊ ഇതിലോട്ട് വരുമ്പോഴും ആ ഒരു ബോക്സിങ് എനിക്ക് ഇതിനു മുമ്പ് ഇറങ്ങിയ ദാവിദ് എന്ന് പറഞ്ഞിട്ടുള്ള അനിൽ പെപ്പയുടെ മൂവി ഉണ്ടായിരുന്നു. അതിനകത്ത് ബോക്സിങ് എനിക്കൊരു പഞ്ച് ഫീൽ ചെയ്തിട്ടായിരുന്നു. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് ഇതിനകത്ത് ബോക്സിങ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതൊരു പ്രൊഫഷണൽ ബോക്സിങ്ങും പിന്നെ 2 തരത്തിലുള്ള ബോക്സിങ് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ടൈപ്പാണ് ഇവർ ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്. അതൊക്കെ നല്ല നമുക്ക് കാണുന്ന നമുക്കും അത് അതൊരു ഫീൽ ചെയ്യുന്ന രീതിയിൽ എടുക്കാനായിട്ട് ഖാലിദ് റഹ്മാനെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ജിംഷി ഖാലിദാണ്. നല്ല അടിപൊളി. ആലപ്പുഴയിലെ കുറേ സാധനങ്ങളൊക്കെ നല്ല അടിപൊളി. പിന്നെ കളർ ഗ്രേഡിങ് അടിപൊളിയായിരുന്നു, എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. എന്തുകൊണ്ടും ഒരു വിഷുവിന് ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ജസ്റ്റ് എന്റർടൈൻ, നിങ്ങൾ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഈ ഒരു സ്റ്റോറി, അതായത് ഒരു കൂട്ടം യുവാക്കൾ +2 നോക്കുന്നതും ഗ്രേസ് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ബോക്സിംഗ് പഠിച്ച് സ്റ്റേറ്റ് ലെവലിൽ കോമ്പറ്റീഷൻ പോകുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളും. ഇതാണ് കഥയുടെ ചുരുക്കം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് പോയിക്കോ. നിങ്ങളെ പടം എന്റർടൈൻ ചെയ്ത് നോക്കും. അത് എൻ്റെ വാക്കാണ്.
കൊടുക്കുന്ന പൈസ എന്തായാലും പുറത്താണ്. അത്യാവശ്യം കോമഡി എല്ലാം കണക്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നെസ്ലിന്റെ ഒരു പ്രേമലോക്ക് വെച്ചിട്ട് അത്രയും ഒരു വലിയൊരു പടമല്ല. നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ ഒരു ചെറിയ സിനിമ, അത് നിങ്ങളെ എന്റർടൈൻ ചെയ്തിരിക്കും. അപ്പോൾ എനിക്ക് വിഷുവിന്റെ ഈ ആദ്യം റിലീസായിട്ടുള്ള ആലപ്പുഴ ജിങ്കാന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിലൊരു തംസപ്പ് തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ ഈ അടുത്ത മൂവി കാണാനുണ്ട്, എനിക്ക് റിവ്യൂ വഴിയേ വരാം. അപ്പോൾ അടുത്ത വീഡിയോയുടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.